بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസകളിലെ അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള മോഡൽ ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്തു വെക്കുക. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോയിൽ നമ്മൾ ലിസാനുൽ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത്. ഒന്നാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിലു ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് പൂരിപ്പിക്കാനാണ്. 6 ചോദ്യങ്ങളാണുള്ളത്. അതിൽ പൂരിപ്പിക്കേണ്ട ഭാഗങ്ങൾ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ദഹബ, ദഹബ, ദഹബു. യഖ്ലത്ത്, യഖ്ലത, യക്തുബ്ന. ഇനി ചോദ്യങ്ങൾ നോക്കാം. അദ്ദാരിസൂന ഡാഷ് ഇലൽ മദ്രസത്തി. അദ്ദാരിസൂന എന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ, ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക്. ഇനി ഇവിടെ യോജിക്കുന്നത് ദഹബു എന്നാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ മദ്രസയിലേക്ക് പോയി എന്നാണ് അർത്ഥം വരിക. നമ്മൾ നോക്കേണ്ടത് പിന്നെ മുഫ്രദാണോ മുസന്നയാണോ ജം ആണോ എന്നൊക്കെ നോക്കണം. ദാരിസൂന എന്നുള്ളത് ജം ആണ്, ജമ്മു മുദക്കറാണ്. അപ്പോൾ അതേപോലെ ജമ്മു മുദക്കറായ ഫീൽ ഏതാണോ ഇതിലുള്ളത് വെച്ചാൽ അതാണ് ഐക്യതുണ്ട്. അപ്പോൾ അതിൽ ദഹബു എന്നാണുള്ളത്. ഇനി രണ്ടാമത്തത് ഡാഷ് അൽ ഉമ്മു ഖബുലൽ ഫജ്രി. പ്രഭാതത്തിന് മുമ്പ് ഉമ്മ ഉണർന്നു എന്നർത്ഥം വരുന്ന വാക്കാണ് വേണ്ടത്. അപ്പോൾ അവിടെ ഉള്ളത് യഖിലത്ത് എന്നാണ്. യഖിലത്തിൽ ഉമ്മു ഖബുലൽ ഫജ്രി. ഇവിടെ മുഫ്രദ് മുഅന്നസായ ഫീലാണ് വേണ്ടത്. കാരണം ഉമ്മ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ യോജിക്കുന്നത് യഖിലത്ത് എന്നാണ്. യഖിലത്തിൽ ഉമ്മു ഖബുലൽ ഫജ്രി. മൂന്നാമത്തെ ഡാഷ് അൽ മുസാഫിറു ഇലാ ദുബൈ. യാത്രക്കാരൻ ദുബായിലേക്ക് പോയി. ഇവിടെ മുഫ്രദ് മുദക്കറാണ് മുസാഫിർ. അപ്പോൾ അതേപോലത്തെ അതിനോട് യോജിക്കുന്ന ഫീലാണ് വേണ്ടത്. മുഫ്രദ് മുദക്കറായതാണ് വേണ്ടത്. അപ്പോൾ അത് ഇവിടെ ഉള്ളത് ദഹബ എന്നുള്ളതാണ്. ദഹബൽ മുസാഫിറു ഇലാ ദുബൈ. ഇനി നാലാമത്തത് അദ്ദാരിസാത്തു ഡാഷ് അത്തദ്രീബാത്ത്. വിദ്യാർത്ഥികൾ വർക്കുകൾ എഴുതി എന്നാണ് വേണ്ടത്, അല്ലെങ്കിൽ എഴുതുന്നു എന്നർത്ഥം വരുന്ന രീതിയിൽ വേണം. അപ്പോൾ ഇവിടെ ദാരിസാത്തി എന്നുള്ളത് ജംഅ മുഅന്നസായതുകൊണ്ട് അതേ ജംഅ മുഅന്നസായ ഫീലാണ് വേണ്ടത്. അപ്പോൾ അതിനോട് യോജിക്കുന്നത് ഇവിടെ യക്തുബ്ന എന്നുള്ളതാണ്. യക്തുബ്ന അദ്ദാരിസാത്തു യക്തുബ്ന അത്തദ്രീബാത്ത്. ഇനി അഞ്ചാമത്തത് ഹബീബ വ ജുമൈല ഡാഷ് മിനൻ നൗമി. ഹബീബയും ജുമൈലയും ഉറക്കിൽ നിന്ന് ഉണർന്നു എന്നർത്ഥം വരുന്ന ഫീലാണ് വേണ്ടത്. ഇപ്പോൾ ഇവിടെ ഹബീബ ജുമൈല മുഅന്നസാണ്, മുസന്ന രണ്ടാളുടെ ആയതുകൊണ്ട് മുസന്നയാണ്. അപ്പോൾ മുസന്ന മുഅന്നസായ ഒരു ഫീലാണ് വേണ്ടത്. അതിവിടെ ഉള്ളത് യഖിലത്ത എന്നാണ്. ഹബീബ വ ജുമൈല യഖിലത്ത മിനൻ നൗമി. ഇനി ആറാമത്തത് അസ്സാരിയാനി ഡാഷ് ഇലൽ മസ്റഅത്തി സ്വബാഹൻ. രാവിലെ കൃഷിയിടത്തിലേക്ക് 2 കർഷകർ പോയി. അപ്പോൾ ഇവിടെ സാരിയാനി എന്നുള്ളത് മുസന്ന മുദക്കറാണ്. 2 കർഷകർ മുസന്ന മുദക്കർ. അപ്പോൾ മുസന്ന മുദക്കറായ ഫീൽ ഇവിടെ ഏതാണോ ഉള്ളത് നോക്കുക. അപ്പോൾ ദഹബ എന്നാണുള്ളത്. അപ്പോൾ അസ്സാരിയാനി ദഹബ ഇലൽ മസ്റഅത്തി സ്വബാഹൻ. രണ്ടാമത്തെ ആക്ടിവിറ്റി നുമയ്യിസു, വേർതിരിക്കാം. ഇവിടെ അൽ മുഫ്രദു, അൽ മുസന്ന, അൽ ജം, ഇങ്ങനെ 3 കാര്യങ്ങളുണ്ട്. മുഫ്രദ് പറഞ്ഞാൽ ഏകവചനം, അൽ മുസന്ന എന്ന് പറഞ്ഞാൽ ദ്വിവചനം, ജം എന്ന് പറഞ്ഞാൽ ബഹുവചനം. അപ്പോൾ ഏകവചനവും ദ്വിവചനവും ബഹുവചനമൊക്കെ ആയ മുഫ്രദ് മുസന്നയും ജം ഒക്കെ ആയ ഫീലുകൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓരോന്നൊക്കും യോജിക്കുന്നത് എടുത്ത് ഇതാണ് വേണ്ടത്. ഒന്നാമത്തെ ദറസ്നയാണ്. ദറസ്ന എന്ന് പറഞ്ഞാൽ അവർ എല്ലാ സ്ത്രീകളും പഠിച്ചു എന്നാണ്. അപ്പോൾ സ്ത്രീകൾ എന്നുള്ളതുകൊണ്ട് അത് ജം ആണ്. പിന്നെ ദറസത്ത് എന്ന് പറഞ്ഞാൽ അവൾ പഠിച്ചു. അപ്പോൾ അത് ഏകവചനം മുഫ്രദാണ്.
പിന്നെ യദ്റുസ്ന, യദ്റുസു യദ്റുസാനി യദ്റുസൂന തദ്റുസു തദ്റുസാനി യദ്റുസ്ന, അപ്പോൾ അതും ജം ആണ്. പിന്നെ തദ്റുസു, തദ്റുസു പറഞ്ഞാൽ മുഫ്രദ്, തദ്റുസാനി മുസന്ന, ദറസത്ത അതും മുസന്ന, ഖറജ എന്ന് പറഞ്ഞാൽ മുഫ്രദാണ്, യഖ്റുജു എന്ന് പറഞ്ഞാലും മുഫ്രദ് തന്നെയാണ്. അത് മാറി മുലാരി മാറി വരുന്നു എന്ന് മാത്രം. യഖ്റുജാനി അത് മുസന്ന, ഖറജു എന്നുള്ളത് ജംഅ്, ഖറജ എന്നുള്ളത് മുസന്ന, യഖ്റുജ്ന എന്ന് പറഞ്ഞാലും ജംഅ്. ഇവിടെ മുദക്കറായതും മുഅന്നസായതും ഇടകലർത്തിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുസന്നയാക്കണമെങ്കിൽ മാലിയായ ഒരു ഫീലാണ് മുസന്നയാക്കുന്നതെങ്കിൽ അവസാനം അലിഫ് കൂട്ടി കൊടുക്കുക. അതേപോലെ ജംആക്കാൻ വാവ് കൂട്ടി കൊടുക്കുക. ഇനി മുളാരി ആണെങ്കിലോ മുസന്നയാക്കാൻ അലിഫും നൂനും കൂട്ടുക, അതേപോലെ ജംആക്കാൻ വാവും നൂനും കൂട്ടുക. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ച് അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വേർതിരിച്ച് എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നുസഹിഹു മാ തഹ്തഹു ഖത്തുൻ വനക്തുബു ഫിൽ ജദ്വൽ. ഇനി ഇവിടെ 5 കാര്യങ്ങളുണ്ട്. അതിൻ്റെ അടിയിൽ വരട്ട ഫീലുകൾ അതിനോട് യോജിക്കുന്നതല്ല, തെറ്റാണ്. അപ്പോൾ അത് ശരിയാക്കിങ്ങാണ്ട് ഇപ്പുറത്ത് ബോക്സിൽ എഴുതി കൊടുക്കാനാണ്, കള്ളികളിൽ എഴുതി കൊടുക്കാനാണ്. 1 ഹാമിദും വ ഖാലിദുൻ യദ്റുസൂന ഫിസ്സുഫിൽ ഖാമിസ്. അവിടെ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് യദ്റുസൂന എന്നുള്ളതാണ്. ഹാമിദുൻ വ ഖാലിദുൻ, ഹാമിദും ഖാലിദും, ഇപ്പോൾ 2 ആൾക്കാരാണുള്ളത്. അപ്പോൾ അവിടെ മുസന്നയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്താ കൊടുക്കുക? യദ്റുസാനി എന്നാണ് കൊടുക്കേണ്ടത്. ഹാമിദും വ ഖാലിദുൻ യദ്റുസാനി ഫിസ്സുഫിൽ ഖാമിസ്. ഹാമിദും ഖാലിദും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നർത്ഥം വരും. ഇനി അൽ ഉമ്മാലു യഅമലു ഫിൽ മസ്റഇ, ജോലിക്കാർ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നു എന്നർത്ഥം വരണമെങ്കിൽ ഇവിടെ അൽ ഉമ്മാൽ എന്ന് പറഞ്ഞത് ജോലിക്കാർ, അപ്പോൾ അത് ജം ആണ്. യഅമലു എന്ന് പറഞ്ഞാൽ മുഫ്രദാണ്, അപ്പോൾ അത് രണ്ടും കൂടി യോജിക്കൂല. അപ്പോൾ അവിടെ യഅമലു എന്നുള്ളത് എന്താക്കണം? യഅമലൂന എന്നാക്കണം. യഅമലൂന, അൽ ഉമ്മാലു യഅമലൂന ഫിൽ മസ്റഇ, അപ്പോഴാണത് കൃത്യമാവുക. ഇനി യഷ്റബൂനൽ അഖു അൽ ഹലീബ, സഹോദരൻ പാല് കുടിച്ചു എന്നുള്ള അർത്ഥമാണ് വരേണ്ടത്. ഇവിടെ അഖ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഫായില്, അഖ് എന്നുള്ളത് മുഫ്രദ് മുദക്കറാണ്. അപ്പോൾ മുഫ്രദ് മുദക്കറായ ഫീലാണ് അവിടെ വേണ്ടത്. യഷ്റബൂന എന്നുള്ളത് ജംഅ് മുദക്കറാണ്. അപ്പോൾ അതെങ്ങനെ മാറ്റാം? യഷ്റബു, അത്ര മതി. യഷ്റബുൽ അഖു അൽ ഹലീബ, സഹോദരൻ പാല് കുടിക്കുന്നു എന്നുള്ള അർത്ഥം വരും. ഇനി 4മത്തേത് അഹ്ലുൽ മദീനത്തി കാനു യുറഹിബു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലുൽ മദീന, മദീനക്കാർ, കാനു യുറഹിബു ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവർ നബിയെ സ്വാഗതം ചെയ്യുന്നവരായിരുന്നു എന്നാണ് വേണ്ടത്. യുറഹിബു, അഹ്ലു മദീന എന്ന് പറഞ്ഞാൽ കുറേ ആളുകളുണ്ട്, ജം ആണ്. ഇവിടെ യുറഹിബു എന്ന് പറഞ്ഞാൽ മുഫ്രദാണ്, അപ്പോൾ അത് യോജിക്കൂല. അപ്പോൾ ആ യുറഹിബു എന്നുള്ളതിനെ ജം ആക്കി കൊടുക്കണം. അപ്പോൾ എങ്ങനെ? അഹ്ലുൽ മദീനത്തി കാനു യുറഹിബൂന, യുറഹിബു യുറഹിബാനി മുസന്ന, യുറഹിബൂന ജം. അപ്പോൾ യുറഹിബൂന എന്നാണ് വേണ്ടത്. ഇനി 5മത്തേത് അൽ ബനാത്തു ഷരിബൂ അൽ ഹലീബ. അൽ ബനാത്തു സ്ത്രീകൾ, പെൺകുട്ടികൾ, അത് മുഅന്നസാണല്ലോ. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷരിബൂ എന്നാണ്. ജം തന്നെയാണ്, പക്ഷേ ഷരിബു എന്നുള്ളത് ജംഅ് മുദക്കറാണ്. ബനാത്ത് എന്നുള്ളത് ജംഅ് മുഅന്നസാണ്. അപ്പോൾ ഷരിബു എന്നുള്ളതിനെ ജംഅ് മുഅന്നസാക്കണം, അപ്പോഴാണത് കൃത്യമാവുക. ഷരിബു എന്നുള്ളത് ജംഅ് മുഅന്നസ് എങ്ങനെ വരിക? ഷരിബിന എന്നാ പറയുക. ഷരിബ, ഷരിബ, ഷരിബു, ഷരിബത്ത്, ഷരിബത്ത, ഷരിബിന എന്നാണ് വരിക. അൽ ബനാത്തു പെൺകുട്ടികൾ, ഷരിബിനൽ ഹലീബ അവർ പാല് കുടിക്കുന്നു, അവർ പാല് കുടിച്ചു എന്നുള്ള അർത്ഥം വരും. ഇനി 4മത്തെ ആക്ടിവിറ്റി നുതർജിമു, പരിഭാഷപ്പെടുത്താനാണ്. 1 ലബീബത്തു വജുമാനത്തു നല്ലഫത്ത അൽ അസ്നാന ബിൽ ഫുർഷാത്തി. എങ്ങനെ അർത്ഥം വരിക? ലബീബയും ജുമാനയും ബ്രഷ് കൊണ്ട് പല്ലുകൾ വൃത്തിയാക്കി. ലബീബയും ജുമാനയും ബ്രഷ് കൊണ്ട് പല്ലുകൾ വൃത്തിയാക്കി. 2 സ്വലാത്തുൽ ജമാഅത്തി തഫ്ലുലു അലാ സ്വലാത്തുർ റജുലി വഹ്ദഹു ബി 27 ദർജ. എന്താ അതിൻ്റെ അർത്ഥം? ജമാഅത്ത് നിസ്കാരം മനുഷ്യൻ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി ശ്രേഷ്ഠമാണ്.
ജമാഅത്ത് നിസ്കാരം മനുഷ്യൻ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി ശ്രേഷ്ഠമാണ്. ഇനി അഞ്ചാമത്തത് നുഅരിബു, അറബിയാക്കി കൊടുക്കാനാണ്. 3 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. 1, പിതാവ് പള്ളിയിലേക്ക് പോകും. പിതാവ് പള്ളിയിലേക്ക് പോകും, അതെങ്ങനെ അറബിയാക്കാം? യദ്ഹബുൽ അബു ഇലൽ മസ്ജിദി. യദ്ഹബുൽ അബു ഇലൽ മസ്ജിദി. 2, ജുനൈദ് തൻ്റെ സഹോദരനെ ഉണർത്തി. ജുനൈദ് തൻ്റെ സഹോദരനെ ഉണർത്തി. എങ്ങനെ അത് അറബിയാക്കാം? ഐഖല ജുനൈദുൻ അഖാഹു. ഐഖല ജുനൈദുൻ അഖാഹു. ഇനി മൂന്നാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 വർഷം ജീവിച്ചു. അങ്ങനെ അറബിയാക്കാം? ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീൻ. ആഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീൻ. ഇനി ആറാമത്തെ ആക്ടിവിറ്റി നുറത്തിബു, തർത്തീബാക്കാൻ, ഓർഡറാക്കി കൊടുക്കാനാണ്. ഒന്നാമത്തത് അഹ്യാനി അമാത്തനി അന്നുഷൂർ ബഅദമ വ ഇലൈഹി അൽഹംദുലില്ലാഹില്ലദീ. അപ്പോൾ ഇങ്ങനെ അത് ഓർഡറാക്കാം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമ അമാത്തനി വ ഇലൈഹി നുഷൂർ. നമുക്കറിയാലോ, ഉറക്കത്തുനിന്ന് എണീക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റാണത്. രണ്ടാമത്തത് സുമ്മ സുബ്ഹുഹ അൽ ജുമാഅത്തു അഫ്ളലു സുമ്മ സുബ്ഹു അൽ ജമാഅത്തി സുമ്മൽ ഇശാഉ. അപ്പോൾ ജമാഅത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ജുമുഅയാണ്, പിന്നെ അതിൻ്റെ സുബ്ഹാണ്, പിന്നെ സുബ്ഹ്, പിന്നെ ഇശാ എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം ശരിയാക്കി വരുന്നതാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെ വരിക: അഫ്ളലുൽ ജമാഅത്തി അൽ ജുമുഅത്തു സുമ്മ സുബ്ഹുഹ സുമ്മ സുബ്ഹു സുമ്മൽ ഇശാഉ. അഫ്ളലുൽ ജമാഅത്തി അൽ ജുമുഅത്തു സുമ്മ സുബ്ഹുഹ സുമ്മ സുബ്ഹു സുമ്മൽ ഇശാഉ. ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നുൻഷി ഉൽ ജുമലൻ ബിസ്തിആനത്തിൽ കലിമാത്തി മിനസ്സബൂറ. ബോർഡിൽ നിന്നുള്ള കലിമത്തിൻ്റെ സഹായത്തോടു കൂടി ജുംലകൾ ഉണ്ടാക്കാനാണ്. 2 എണ്ണം ഉണ്ടാക്കിയാൽ മതി. ഇവിടെ ദഹബ, യുസല്ലിമു, ഹമീദുൻ, അല, അൽ ഉസ്താദു, ഇല, അൽ ഔലാദി, അൽ മദ്രസത്തി എന്നിങ്ങനെയൊക്കെ ഉണ്ട്. ജുംല ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വാക്കുകൾ തന്നൊരു ജുംല ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി കണ്ട് ആദ്യം ഫീൽ എഴുതി കൊടുക്കുക, പിന്നെ അതിനൊരു യോജിക്കുന്ന ഫായിൽ എഴുതുക, പിന്നെ അവസാനം ഒരു മഫ്ഊൽ എഴുതുക. ഇങ്ങനെ എഴുതിയാൽ പെട്ടെന്ന് ജുംല ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. ഇവിടെ നമുക്ക് 2 എണ്ണം ഉണ്ടാക്കാനുള്ളത്. 1, ദഹബ ഹമീദുൻ ഇലൽ മദ്രസത്തി. സിമ്പിളായിട്ട് ഉണ്ടാക്കുക. ദഹബ എന്നുള്ളത് ഫെയില്, ഹമീദ് ഫായിൽ, മദ്രസ എന്നുള്ളത് മഫ്ഊൽ. അപ്പോൾ ദഹബ ഹമീദുൻ ഇലൽ മദ്രസത്തി. ഹമീദ് മദ്രസയിലേക്ക് പോയി എന്നുള്ള അർത്ഥം വരും. അതേപോലെ രണ്ടാമത്തത് യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി. യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി. ഉസ്താദ് കുട്ടികളുടെ മേൽ സലാം പറയുന്നു അല്ലെങ്കിൽ പറയും എന്നുള്ള അർത്ഥം വരും. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.